കൊക്കോ കായകൾ കുത്തുകൾ വീണ് വികൃതമായി ഉണങ്ങിപ്പോകുന്നു. കായകളിൽ ചിലയിടത്ത് അരിമ്പാറ പോലെയും കാണുന്നുണ്ട്. ഇത് കുമിൾ രോഗമാണോ? എന്താണ് പ്രതിവിധി? കണ്ണൂരിൽ നിന്നും അനിൽകുമാറിന്റെ ചോദ്യം. ഉത്തരം: ലക്ഷണങ്ങൾ തേയില കൊതുകിന്റെ ഉപദ്രവത്തെയാണ് കാണിക്കുന്നത്. തണ്ടുകളിൽ കറുത്ത പുള്ളികൾ ഉണ്ടായി ഉണങ്ങുന്നതും കായകളിൽ ഉണ്ടാകുന്ന ചെറിയ കുത്തുകളും കുറേശ്ശെ വലുതായി അതിൽ പിന്നീട് കുമിൾ കടന്നുകൂടി കൂടുതൽ വികൃതമായി ഉണങ്ങി നശിക്കുന്നതും ചെറുകായകളും പാതിമൂത്ത കായകളും ഉണങ്ങുന്നതുമൊക്കെ തേയിലക്കൊതുകിന്റെ ഉപദ്രവ സൂചനകളാണ്. ഇതുപോലെയാണ് കായകളുടെ പുറത്തുണ്ടാകുന്ന അരിമ്പാറ സമാനമായ വളർച്ചകളും. വാസ്തവത്തിൽ തേയില കൊതുക് കശുമാവ് ഒഴികെയുള്ള വിളകളുടെ ഒരു മുഖ്യ ശത്രുവല്ലെങ്കിലും കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണ് ഇപ്പോൾ ഇതിനെ ഒരു പ്രധാന കീടമായി മാറ്റിയിരിക്കുന്നത് എന്ന് പറയാം. യഥാസമയം നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് വലിയ വിളനാശം വരുത്തും. ബിവേറിയ ബാസിയാന എന്ന മിത്രകുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലും ശിഖരങ്ങളിലും കായകളിലും നന്നായി തളിക്കുകയാണ് ഒരു നിയന്ത്രണ മാർഗം. കായകൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ തന്നെ തളിക്കാം. 2 മില്ലി വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഗുണം ചെയ്യും. ഇതുകൊണ്ട് ഫലമുണ്ടായില്ലെങ്കിൽ ഫിനാൽഫോസ് അതായത് എക്കാലക്സ് 0.05% 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ, തയോമെത്തോക്സാം അഥവാ അക്ചാറ 25 WG 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ എന്നിവയിലൊന്ന് തളിക്കണം. അതിരാവിലെയോ വൈകുന്നേരമോ വേണം മരുന്ന് തളിക്കാൻ. മരമാകെ നന്നായി തളിക്കുകയാണ് കൂടുതൽ ഫലപ്രദം. കൂടാതെ തേയില കൊതുക് ചുറ്റുവട്ടത്തിൽ പെറ്റുപെരുകാനിടയുള്ള കളച്ചെടികളും പിഴുതുകളയുക. കേടായ കായകൾ മരത്തിൽ നിന്ന് മാറ്റുക. അമിതമായ തണൽ കുറച്ച് മരത്തിന്റെ മധ്യഭാഗത്ത് വെയിൽ കൊള്ളാൻ ഇടയാക്കുക തുടങ്ങിയവ ചെയ്യുന്നത് ഫലപ്രദമാണ്. വേനൽക്കാലത്ത് ഗുരുതരമാകുന്ന കീടബാധ മഴ പെയ്തു തുടങ്ങുമ്പോൾ കുറയുന്നതായും കാണാറുണ്ട്. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക്